നെഹ്റു ട്രോഫി വള്ളംകളിയുടെ തീയതി പ്രഖ്യാപിച്ചതോടെ പരിശീലന ക്യാമ്പുകൾ ഉടൻ തുറക്കും. പിരിഞ്ഞുപോയ തുഴച്ചിലുകാരെ അടക്കം തിരികെ എത്തിച്ചായിരിക്കും പരിശീലനം ആരംഭിക്കുക. ലക്ഷങ്ങളുടെ നഷ്ടം സഹിച്ചാണ് ചുണ്ടൻ വള്ളങ്ങൾ നീറ്റിലിറങ്ങുന്നത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടത്തണമെന്ന് വള്ളംകളി സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പതിവ് ആഘോഷങ്ങൾ ഒഴിവാക്കിയായിരിക്കും ഇക്കുറി നെഹ്റു ട്രോഫി വള്ളംകളി സംഘടിപ്പിക്കുക. എന്നാൽ വള്ളംകളിയുടെ എല്ലാ ആവേശങ്ങളും ചോരാതെ സംഘടിപ്പിക്കാനാണ് തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഉദ്ഘാടകനായി എത്തും. പന്തലിനും പവലിനുമടക്കം നിർമ്മാണ ചിലവ് ഇക്കുറി ഇരട്ടിയാകും. 1 കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ പോലെ സർക്കാർ ഇക്കുറിയും അനുവദിച്ചത്. വിവിധ വള്ളംകളി ക്ലബ്ബുകൾ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നെഹ്റു ട്രോഫി ഈ വർഷത്തെ തുടർച്ചയായിട്ടുള്ള അഞ്ചാമത്തെ വിജയത്തിലേക്കാണ് ഞങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് അനിശ്ചിതമായിട്ട് നീണ്ടുപോയത്. ഏതായാലും ഈ വരുന്ന 28-ാം തീയതി വള്ളംകളി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച എല്ലാ ആൾക്കാർക്കും, പ്രത്യേകിച്ച് മീഡിയ ആൾക്കാർക്ക് എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ പേരിലുള്ള. നിലവിൽ 60 മുതൽ 80 ലക്ഷം രൂപ വരെയാണ് വള്ളംകളിക്ക് വേണ്ടി ഓരോ ക്ലബ്ബുകളും മുടക്കിയിരിക്കുന്നത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എന്ന സീസൺ മത്സരം മനസ്സിൽ കണ്ടാണ് പലരും പരിശീലനത്തിനായി ലക്ഷങ്ങൾ മുടക്കിയത്. ഇക്കുറിയും കായിക ഇനമെന്ന രീതിയിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി CBL സംഘടിപ്പിക്കണമെന്നാണ് സംരക്ഷണ സമിതിയുടെ ആവശ്യം. തുടർന്ന് നമ്മൾ ആ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്തി ഈ വർഷം 1 മാസം താമസിച്ചിട്ടായാലും ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടത്തപ്പെടാൻ ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ മാസം 28-ന് വള്ളംകളി നടത്താൻ തീരുമാനിച്ചതോടെ വിദേശത്ത് നിന്നടക്കം 10,000-കണക്കിന് വള്ളംകളി പ്രേമികളാകും പുന്നമടയിലെത്തുക. 24 ആലപ്പുഴ.